സുഹൃത്തുക്കളെ, സൂറത്തുന്നൂറിലെ 53, 54 ആയത്തുകളാണ് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളുടെ നിലപാട് എന്തായിരിക്കും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വിധികളോടും ശർഈയായ തീരുമാനങ്ങളോടും എന്ന് കൃത്യമായി തന്നെ വിവരിച്ചു തന്നു. അതിൻ്റെ മുമ്പ് മുനാഫിക്കുകളായ ആളുകൾ പ്രമാണങ്ങളോട് സ്വീകരിക്കുന്ന അവരുടെ നിലപാടെന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ മുനാഫിക്കുകളായ ആളുകൾ പലപ്പോഴും ഒരുപാട് ആവശ്യമില്ലാതെ അവർ സത്യം ചെയ്യും. എന്തിനാ സത്യം ചെയ്യുന്നത്? അവർക്കറിയാം അവരുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരാനുള്ളതാണ്. എന്നാൽ അത് തൽക്കാലം ഒന്ന് മറച്ചു വെക്കുവാൻ കള്ളം പറയുന്നവർക്കാണല്ലോ കൂടുതൽ അത് സ്ഥാപിക്കാൻ വേണ്ടി പലപ്പോഴും ധാരാളമായി സത്യം ചെയ്യേണ്ടി വരുന്നത്. ഈ സ്വഭാവം മുനാഫിക്കുകളുടെ കൂടപ്പിറപ്പായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളും നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വഭാവത്തെപ്പറ്റി അല്ലാഹു തആല ഇവിടെ ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വ അഖ്സമു ബില്ലാഹി, അഖ്സമ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു എന്നാണ്. ഖസം എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ്. വ അഖ്സമു, അവർ സത്യം ചെയ്തു പറയുന്നു. വ അഖ്സമു, അവർ സത്യം ചെയ്തു പറയുന്നു. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടവർ സത്യം ചെയ്തു പറയുന്നു. ജഹ്ദ ഐമാനിഹിം, ഏറ്റവും ശക്തിമത്തായ സത്യം എന്നാണ് അതിൻ്റെ ആശയം. പദാനുപദം അർത്ഥം പറയുകയാണെങ്കിൽ ജഹ്ദ ഐമാനിഹിം, ഐമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ശപഥങ്ങളാണ്. ജഹ്ദ അവരുടെ കഴിവിനനുസരിച്ച്. അപ്പം ജഹ്ദ ഐമാനിഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയും പ്രകാരമുള്ള ശപഥം ചെയ്യൽ. അതായത് ഏറ്റവും ശക്തമായ നിലക്ക് അവർ സത്യം ചെയ്തു പറയുന്നു എന്നർത്ഥം. ആളിങ്ങോട്ട് വിശ്വസിക്കാവുന്ന വിധത്തിൽ, കേട്ടാൽ അയാൾ ആത്മാർത്ഥമായിട്ടാ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതികഠിനമായ നിലക്ക് അതങ്ങോട്ട് അംഗീകരിക്കും കേൾവിക്കാരൻ എന്ന രൂപത്തിൽ സത്യമിട്ട് പറയും. അതാണ് അല്ലാഹു അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്. വഅഖ്സമൂ, അവർ സത്യം ചെയ്തു പറയുന്നു. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്. ജഹ്ദ ഈമാനിഹിം, അവർക്ക് കഴിയും പ്രകാരം ശക്തമായ നിലക്കുള്ള സത്യം ചെയ്യൽ. എന്നിട്ടവർ പറയുന്നത് എന്താ? ലഇൻ അമർതഹും ലയഖ്റുജുന്ന, അതാണ് അവർ സത്യം ചെയ്ത് പറയുന്ന കാര്യം. ലഇൻ അമർതഹും, നീ അവരോട് കൽപ്പിച്ചുവെങ്കിൽ. ലഇൻ അമർതഹും, നീ അവരോട് കൽപ്പിച്ചുവെങ്കിൽ. എന്തിന്? ലയഖ്റുജുന്ന, അവർ നിശ്ചയമായും പുറപ്പെട്ടു പോരുക തന്നെ ചെയ്യുമെന്ന് അവർ ശക്തമായി സത്യം ചെയ്യുന്നു. ലയഖ്റുജുന്ന, ഖറജ യഖ്റുജു അറിയാവുന്ന വേർഡാണ്. ലയഖ്റുജുന്ന, അവർ പുറപ്പെട്ടു പോരുമെന്ന്, അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവരെന്ത് ചെയ്യുന്നു? സത്യം ചെയ്യുന്നു. എന്താ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ആയത്ത് വിശദീകരിക്കുമ്പോൾ വ്യക്തമാകും. അള്ളാഹുവിൻ്റെ മറുപടി, ഖുൽ ലാ തുഖ്സിമൂ, ഖുൽ പ്രവാചകരെ പറയൂ, ലാ തുഖ്സിമൂ, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യരുത്. ലാ തുഖ്സിമൂ, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യണ്ട. ത്വാഅത്തുൻ, അനുസരണമാണ്.
മഅറൂഫത്തുൻ, മഅറൂഫത്തുൻ അതായത് പരിചയപ്പെട്ട അറിയപ്പെട്ട അനുസരണമാണ് വേണ്ടത്. ത്വാഅത്തും മഅറൂഫ എല്ലാം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്താ ഉദ്ദേശം എന്നൊക്കെ. അർത്ഥം മനസ്സിലാക്കുക. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം, അതുപോലെ തന്നെ മഅറൂഫത്തുൻ അറിയപ്പെട്ട പരിചയപ്പെട്ട ഒരു അനുസരണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും അല്ലാഹു ഖബീറുൻ അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. എന്താണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്? മുനാഫിക്കുകളെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നു യുഖ്ബിറു തആല മുഖ്ബിറൻ അൻ അഹ്ലിൻ നിഫാഖ്. ഇവിടെ അല്ലാഹു യഖൂലു തആല, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ് യഖൂലു തആല, അല്ലാഹു തആല ഇവിടെ പറയുന്നത് മുഖ്ബിറൻ വാർത്ത അറിയിച്ചു തരികയാണ് റബ്ബ്, അൻ അഹ്ലിൻ നിഫാഖ് കപടന്മാരെ കുറിച്ച്. കണ്ടോ, അത് അള്ളാഹുവിനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കപടന്മാരെ സംബന്ധിച്ച് റബ്ബിനല്ലേ നമുക്ക് വിവരം തരാൻ പറ്റുള്ളൂ. കാരണം ഇത് പുറമേക്ക് കാണുന്ന അസുഖമല്ല, ഇത് മനുഷ്യ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന അസുഖമാണ് കാപട്യം എന്ന് പറയുന്നത്. അതാർക്കാ വ്യക്തമാക്കാൻ വ്യക്തമാക്കാൻ സാധിക്കൂല. ഹൃദയം നോക്കുന്നവർക്കല്ലേ ഹൃദയത്തിൻ്റെ അകത്തുള്ളത് കാണാൻ കഴിയൂ. ആരൊക്കെയാണ് ഇഖ്ലാസുള്ളവർ, ആരൊക്കെയാണ് കാപട്യമുള്ളവർ എന്ന് തിരിച്ചറിയാൻ ഇവിടെ ഈ ലോകത്ത് ഭൗതികമായ കൃത്യമായ സംവിധാനങ്ങളൊന്നും ഇല്ല. ബാഹ്യമായ കാര്യങ്ങൾ അനുസരിച്ച് വിധിക്കാനല്ലേ പറ്റുകയുള്ളൂ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞില്ലേ, നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ, നമ്മൾ ബാഹ്യമനുസരിച്ചാണ് വിധി കൽപ്പിക്കുന്നത്, അല്ലാഹു അത്രേ രഹസ്യങ്ങൾ ഏറ്റെടുക്കുന്നവനും അറിയുന്നവനും. മനുഷ്യ മനസ്സുകൾ വായിക്കാൻ അറിയാവുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അത് റബ്ബിൻ്റെ മാത്രം പ്രത്യേകതയാണ്. യഅലമു ഖായിനത്തൽ അഅ്യുനി, കണ്ണുകളുടെ വഞ്ചനാ നോട്ടത്തെ അവൻ അറിയുന്നവനാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും അവനാണ് അറിയുന്നവൻ. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു അത്രേ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഹൃദയങ്ങളുള്ളത് അറിയുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെ പലയിടത്തും ഇതേപോലെയുള്ള ആശയങ്ങൾ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വനഹനു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ എന്താണ് മന്ത്രിക്കുന്നത്, എന്താണ് അവിടെ തോന്നൽ വരുന്നത്, അത് നമുക്കറിയാം. അതൊക്കെ റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. റബ്ബിൻ്റെ മാത്രമുള്ള ഗുണവും വിശേഷണങ്ങളുമാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ അല്ലാഹു തആല മുനാഫിക്കുകളെ കുറിച്ച് അറിയിപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മജ്ലിസിലൊക്കെ ചുറ്റും ഒത്തുകൂടാറുണ്ട്. യുദ്ധങ്ങളിൽ അവർ വരാനുണ്ട്, പള്ളികളിൽ അവർ വരാറുണ്ട്, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന പലയിടങ്ങളിലും അവരെ കാണാറുണ്ട്. പക്ഷേ അവരാരൊക്കെ ആരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അറിയാത്തതുകൊണ്ട് അവിടുന്ന് ആത്മാർത്ഥമായിട്ടാണ് അവർ ചോദിക്കുന്നതും പറയുന്നതും എന്ന നിലയ്ക്ക് പലപ്പോഴും അതിനനുസരിച്ചുള്ള മറുപടികളായിരുന്നു അവിടുന്ന് നൽകിയിരുന്നത്. മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് നബിയെ, താങ്കൾക്ക് അവരെ അറിയില്ല, നഹ്നു നഅലമുഹും, നമുക്കവരെ നന്നായി അറിയാമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. കാപട്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന എത്രയോ ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിന് ചില പ്രത്യേകമായ ആളുകളെ കുറിച്ച് വഹയിലൂടെ വിവരം കിട്ടി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട ഒരു സഹാബിയോട് സ്വകാര്യമായി പങ്കുവെക്കുകയും ചെയ്തു. അതല്ലാത്ത നിലക്ക് എത്രയോ വേറെയും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. ആരാണ് ആരൊക്കെയാണ് എന്ന് അവിടുത്തേക്ക് പോലും അറിയാമായിരുന്നില്ല. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, നമുക്കവരെ കുറിച്ചറിയാം, നിനക്കവരെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന്. അപ്പം മുനാഫിക്കുകളുടെ വിവരം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. മുനാഫിക്കുകളുടെ സ്വഭാവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വഹയിലൂടെയാണ് അവതീർണമായി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
ഇല്ലെങ്കിൽ ഖൽബകത്തുള്ള കാര്യം ഇവിടെ പറഞ്ഞു തരാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ വചനങ്ങളിൽ അവരുടെ സ്വഭാവങ്ങളെ അള്ളാഹു എടുത്ത് പച്ചയായി കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അത് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തതുകൊണ്ട് ഏതെങ്കിലും ഒരായത്തിറങ്ങുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുനാഫിക്കുകൾക്ക് ബേജാറും വെപ്രാളവും ഒക്കെ തുടങ്ങാറുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നില്ല. എന്താ കാരണം? ഒരായത്തിറങ്ങിയെന്ന് അറിയുമ്പോഴേക്ക് മുനാഫിക്കുകൾക്ക് ബേജാറായിരുന്നു എന്നാ ഖുർആൻ പറയുന്നത്. ഫൈദാ മാ ഉൻസിലത്തു സൂറത്തുൻ നളറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വല്ലായത്തോ അധ്യായമോ ഒക്കെ അവതരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുനാഫിക്കുകൾ വെപ്രാളപ്പെടാൻ തുടങ്ങുന്നു. നളറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവർ ചിലരെ ഇങ്ങനെ നോക്കുന്നു, പരസ്പരം നോക്കും. ഒരേ ആശയക്കാരാണല്ലോ, ഒരു വിഷയം പറയുമ്പോൾ പരസ്പരം നോക്കുക. കണ്ടോ? നളറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവരെക്കുറിച്ച് വല്ലതും ഇറങ്ങുകയാണോ? അവരെക്കുറിച്ചാണോ? അവരുടെ കള്ളി വെളിച്ചത്താകാൻ പോവുകയാണോ? അവരെക്കുറിച്ചുള്ള എന്തോ വെളിപ്പെടുത്തലാണോ ഇപ്പൊ മുഹമ്മദിന് ഇറങ്ങിയിട്ടുള്ള ആയത്തിലുള്ളത് എന്നൊക്കെയാണ് മുനാഫിക്കിന്റെ ബേജാറ്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ആരൊക്കെ മുനാഫിക്കാന്ന് ഇന്ന് തിരിച്ചറിയാൻ ഒരു വഹി വാനലോകത്തിനൊന്ന് ഭൂമിയിലേക്ക് ഇന്ന് ഇറങ്ങാനില്ല. ചില അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. അതാരൊക്കെ ആരാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മുനാഫിക്കുകൾക്ക് എന്തൊക്കെ സ്വഭാവമുണ്ടോ അതൊക്കെ ഇന്നുള്ളവർക്കും ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇന്നയാള് മുനാഫിക്കാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അത് ഹൃദയത്തിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടാണ് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. അത് റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ.